ഒരു വല്ലാത്തൊരു കാലത്താണ് ഭരണമാറ്റം ഉണ്ടാകുന്നത്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നമ്മളെ കെ.എൻ. ബാലഗോപാൽ പറയുന്ന 6000 കോടി രൂപ ഖജനാവിലുണ്ടെന്നാണ്. പക്ഷേ 4000 കോടി രൂപ ഖജനാവിലുണ്ടെന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി എടുത്ത ലോണാണത്. അത് കുറേ ദിവസം കൊണ്ട് അദ്ദേഹം നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. നമ്മളത് വളരെ കൃത്യമായി നേരത്തെ നമ്മുടെ പല വാർത്തകളും നമ്മൾ പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞുതരാം. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇങ്ങനെ കിട്ടിയ ലോണും പല ആവശ്യങ്ങൾ കിട്ടിയ കേന്ദ്ര വിഹിതമൊക്കെ പൊതുപൂളിൽ ചെലവഴിക്കാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ബാലഗോപാൽ പറയുന്നത് ഈ കടമെടുത്ത പൈസ ഖജനാവിലുണ്ടെന്ന്. കടമെടുത്ത പൈസയാണത്. നമ്മുടെ നാട്ടില് കുടിവെള്ള ജലസേചന വകുപ്പിന് വേണ്ടി എടുത്താണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ വകുപ്പിന്റെ പേരിൽ കടമെടുത്തിട്ടാണ് ശമ്പളവും കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബാലഗോപാൽ പറയുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണല്ലോ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു സന്ദേശം പുള്ളി പറയുന്നത്. അവിടെ പൈസ ഉണ്ട്, നിങ്ങൾ ഇപ്പം ബുദ്ധിമുട്ടില്ലാതെ പോകും. കാര്യം ഇവർ ഈ മാതൃകയാണ് സ്വീകരിച്ചിരുന്നത്. കടം വാങ്ങിക്കുക, ചെലവഴിക്കുക, പല പദ്ധതികൾക്ക് പൈസ. ഇപ്പം KSEBയിലേക്ക് പേരിൽ കിട്ടുന്ന ഫണ്ടുകൾ പോലും, ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ പോലും, വൈദ്യുതി വൽക്കരണത്തിന് വേണ്ടി കിട്ടുന്ന ഫണ്ടുകൾ പോലും ഇങ്ങനെ ഖജനാവിലേക്ക് കൊണ്ടുവന്ന് ഒരു പിടിച്ചു നിൽക്കൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 6000 കോടി എന്നാണ് ഇന്നലെ ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയിൽ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. 6000 കോടി. അതായത് ഒരു മാസത്തെ കേരളത്തിന്റെ ചെലവ് തന്നെ ഏതാണ്ട് 5000 കോടിയോളം വരും. അങ്ങനെ ചെലവുള്ള ഒരു സ്ഥലത്താണ് മുൻ ധനമന്ത്രി പറയുന്ന ഒരു പ്രശ്നമില്ല, 6000 കോടി രൂപ ഉണ്ടെന്ന്. ഈ 6000 കോടി രൂപ അല്ലാതെ ഒരു 60,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമോദ് കുമാർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ, അത് UN ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. നമ്മൾ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ സീനിയറായി പഠിച്ചാണ്. അദ്ദേഹം സംസാരിക്കും, അതിങ്ങനെ പറയായിരുന്നു കേരളത്തിന് ബേസിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇത് എന്ത് ചെയ്യണമെന്ന് നടപ്പിലാക്കാനും വിദഗ്ധന്മാരെ നമുക്ക് കൊണ്ടുവരാം. എത്രയോ നമ്മൾ ഇവിടുത്തെ പ്രാദേശിക വിദഗ്ധന്മാരല്ല, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് 5 വയസ്സിന് പറയാനുണ്ടായില്ല. ഒന്നും. പിന്നെ അവർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞ സത്യമെന്ന് അറിഞ്ഞൂടാ, അവരുടെ പ്രൊഫൈലിൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ. ഞാൻ കേരള ഗവൺമെന്റിന്റെ അഡ്വൈസർ ആയിരുന്നു എന്ന് പറയുന്നത് കേരളം. അവരെ അഡ്വൈസ് ഒന്നും കേരളം അക്കാലത്ത് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല എനിക്ക് അവർ അഡ്വൈസിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ല. എന്നാൽ അവരുടെ പേര് വന്ന് സെക്രട്ടറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇതുപോലെ ഞാൻ പറഞ്ഞപ്പോൾ ജയറാം രമേശ് ഉണ്ട്, എത്ര മിടുക്കന്മാരുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന എത്രയും മലയാളികളുണ്ട്. അവരെ കൊണ്ട് നമ്മുടെ ജീവനക്കാരാക്കി മറ്റേ ഇവരെ പോലെ ബോർഡ് വെച്ചിരുത്തുന്ന വേണ്ട. അവരൊക്കെ ഒരു സമിതി രൂപീകരിച്ച് ഓരോ മേഖലയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. വളരെ എളുപ്പമാണ്. എന്തായാലും പ്രൊഫഷണൽ സംബന്ധിച്ച് എളുപ്പമാണ്. പക്ഷെ ഇത്തവണത്തെ UDFന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ വളരെ ജനപ്രിയമായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് UDF അവതരിപ്പിച്ച സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടും എന്ന് ഉടൻ കൂട്ടുമെന്ന തരത്തിലാണ് അവർ പ്രചരണം നടത്തിയത്. പിന്നെ അതിൽ ആശാ വർക്കർമാരുടെ ആശാ വർക്കർമാരെല്ലാം കൂടെ ഇന്ന് എന്റെ നേതാക്കൾ സതീശനെ കാണുകയും സംസാരിക്കുകയും അവര് ഇതെല്ലാം ഇപ്പൊ തന്നെ സർക്കാരിനെ പ്രഖ്യാപിക്കേണ്ടി വരും. കുറെ കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരും. അതിനുള്ള പൈസ അവിടെ ആദ്യം കണ്ടെത്തണം. അത് വലിയ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ മേഖലയിലും സാമ്പത്തിക വ്യവസായമൊക്കെ മേഖലയിൽ എത്ര വിദഗ്ധന്മാരുണ്ട്, അവരൊക്കെ വിളിച്ച് ഉപദേശം നേടാം. അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യ വിഷയങ്ങൾ നല്ല ധാരണയുള്ള ആളാണ്. അത് എക്കണോമിക്സ് പഠിച്ച ഒരാളല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം അറിയാം, അദ്ദേഹം പഠിച്ചെടുത്തതാണത്. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഈ KSRTC ബസ്സിലെ സ്ത്രീകൾക്ക് സൗജന്യം എന്നുള്ളത് രാഹുൽ ഗാന്ധി ആണ് പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ അത്തരം ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ കേരളത്തിലെ KSRTC എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടത്തിലൂടെ ആനവണ്ടി കുഴിയിലൂടെ പോവുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ KSRTC ഒരു 2 ദിവസം ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കി സ്ത്രീകളുടെ കണക്കെടുത്തപ്പോൾ 3 കോടി രൂപ പ്രതിദിന നഷ്ടം ഉണ്ടാവുമെന്നാണ്. സ്ത്രീകളെ ബസ്സിൽ കയറ്റിയാൽ 7-8 കോടി രൂപയാണ് ഇവർക്ക് മൊത്തം കിട്ടുന്ന വരുമാനം. പക്ഷേ വേണമെങ്കിൽ അതിനൊരു മാനദണ്ഡം കൊണ്ടുവരാം. പക്ഷെ അത്ര എളുപ്പമല്ല. സ്ത്രീകൾക്കെന്നാണ് അവർ പറഞ്ഞത്. മാനദണ്ഡം പറഞ്ഞില്ല. അതായത് ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കിയില്ലെങ്കിൽ അത് UDFന് വലിയ തിരിച്ചടിയാവും ഉടൻ തന്നെ. കാര്യം വീട്ടിലൊക്കെ ജോലിക്ക് പോകുന്ന സാധാരണക്കാരായ സ്ത്രീകളൊക്കെ ബസ്സിനെ ആശ്രയിച്ചാണ് പോകുന്നത്. എനിക്ക് തന്നെ അറിയാം. ഞാൻ നെടുമങ്ങാട് വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് വരുമ്പോൾ ഏറ്റവും അധികം സ്ത്രീകൾ സാധാരണക്കാർ തിരുവനന്തപുരത്ത് പല വീടുകളിലും ജോലിക്ക് വരുന്നവരാണ്. അവർക്ക് വലിയൊരു ഭാഗ്യമാണ്. അത് മാത്രമല്ല, ഈ പച്ചക്കറി വാങ്ങിക്കുന്ന നമുക്കറിയാം. അവര് അതിരാവിലെ 5 മണിക്ക് ബസ്സിൽ കയറി ചാലയിൽ, തിരുവനന്തപുരത്താണെങ്കിൽ ചാല മാർക്കറ്റിൽ ഒന്ന് ഇതെടുത്തിട്ട് ഇതേ ബസ്സിൽ തന്നെ അടുത്ത ബസ്സിൽ തിരിച്ചു പോകുന്ന അമ്മമാരൊക്കെ നമുക്ക് തന്നെ കാണാം. ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്കൊരു 50-60 രൂപയാണ് ഒരു ദിവസം ലാഭം കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനത്തെ ഇത്തരം സ്ത്രീകൾ ഇവര് എപ്പോഴും FM കൂടെയൊക്കെ ഇതിങ്ങനെ നിരന്തരം ഇട്ടിട്ട്
ഇത് സ്ത്രീകളെ വലിയ സ്വാധീനിച്ചൊരു ഘടകമാണ്. ഇത് നടപ്പാക്കുമ്പം KSRTC എന്ത് സംഭവിക്കും? അതാണ് ഈ KSRTC കരകയറി എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ പോലെ അങ്ങനെ കരകയറിയിട്ടില്ല, ഇപ്പോഴും ഒരുപാട് നഷ്ടമുണ്ട്. അപ്പൊ അതായത് ഇപ്പം നമ്മൾ ഈ പ്രഖ്യാപനം നടപ്പാക്കുന്നതിലൂടെ 5 കൊല്ലം കഴിഞ്ഞ് KSRTC എന്ത് സംഭവിക്കുമെന്നത് UDFന്റെ തുടർ ഭരണത്തെ സ്വാധീനിക്കാൻ പോകുന്നൊരു കാര്യം. വലിയ ഘടകമായിരിക്കും. കാര്യം ഇത് പിൻവലിക്കാൻ പറ്റും, ഒരിക്കൽ വൺസ് തുടങ്ങിപ്പോയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഒപ്പം KSRTC പൊളിഞ്ഞു പോയാൽ അതെ നിർത്താൻ പറ്റും, KSRTC പൊളിയണം. അത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് മാറും അന്ന് ആ സമയത്ത്. അതുകൊണ്ട് ആ തീരുമാനം നടപ്പാക്കണമെങ്കിൽ അധിക വിഭവ സമാഹരണം ആവശ്യമാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെ മാസം ഒരു 1000 കോടി രൂപയെങ്കിലും KSRTC കൊടുത്തിട്ടാണ് അവര് പലതും പെൻഷനാണ് അവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം. അപ്പം അതെല്ലാം ഡീൽ ചെയ്തിരുന്നു. അപ്പം ഇനി 5 കൊല്ലം കഴിഞ്ഞ് KSRTC എന്ത് സംഭവിക്കും? അതുകൊണ്ട് ആ ഒരു തീരുമാനം ഇപ്പം കിട്ടുന്ന സൂചനകളനുസരിച്ച് തിങ്കളാഴ്ച രാവിലെയാണ് ഈ VD സതീശൻ ക്യാബിനറ്റ് 21 പേര് സത്യപ്രതിജ്ഞ ചെയ്യും. സ്വാഭാവികമായിട്ട് ഗസ്റ്റൊക്കെ പോയതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരും. ഈ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് 15-ാം തീയതി ആയതുകൊണ്ട് BJP വനിതാ മഹിളാ മോർച്ചക്കാരിലാണ്. അത് പക്ഷേ ശരിയല്ല, അത് ശരിയായ നടപടിയല്ല. അത് BJPയിൽ ആരായാലും ഇവർ പറഞ്ഞു വിട്ടത് ആ മണ്ടത്തരം, ഭയങ്കര മണ്ടത്തരം. സാമാന്യ ബോധമില്ലാത്ത ആളാണോ നമ്മൾ. സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ആരാണ് ഇത് അയച്ചത്, കണ്ണട വയ്ക്കാൻ പറഞ്ഞ ലൈറ്റ് അടിക്കാൻ പറഞ്ഞ ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത്തരം മണ്ടത്തരങ്ങളായ തീരുമാനം ആരും എടുക്കരുത്. ഒരു BJP എന്ന സംഘടന കുറച്ചും കൂടെ സമരങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ആ സമയത്ത് ആ സമരം വേണ്ടായിരുന്നു. ഒരു പക്ഷേ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സമരം ചെയ്യാമായിരുന്നു. ഒരു സർക്കാർ ഇങ്ങോട്ട് വന്നു കയറി അവർക്ക് സമയം എടുക്കില്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ആദ്യത്തെ മന്ത്രിസഭയിൽ പ്രഖ്യാപിച്ചാൽ അത് അപ്പൊ സമരം ചെയ്തവർക്ക് അത് ദോഷമായിട്ട് ബാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ക്ഷേമ പെൻഷൻ 30,000 രൂപ ആക്കുമെന്നാണ്. ഈ 3000 രൂപ എന്നാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെ ഒരു മൊത്തത്തിലുള്ളൊരു നറേറ്റീവ് വെച്ചിട്ട് ഉടൻ തന്നെ ആക്കുമെന്നാണ്. കാര്യം പിണറായി വിജയൻ 2500 എന്തോ ആക്കുമെന്ന് പറഞ്ഞാൽ അത് 5 കൊല്ലം കൊണ്ട് പരാതി ഇവര് തന്നെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് 3000 രൂപ ഉടനെ ആക്കുമെന്ന്. അപ്പൊ അതും ചെയ്യണം, അതിനും ഫണ്ട് വേണം. ഇതിനൊക്കെ എവിടെ പോകുന്നു? അതാണ് AK ആന്റണി നമ്മുടെ സതീശനോട് പറഞ്ഞത്. അതെ, ഉടൻ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തരുത്. നിങ്ങൾ ജനങ്ങളും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, ജനങ്ങൾ കുറച്ച് സമയം കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നു. അല്ല, ഇവിടെ വേറൊരു ഘടകം രമേശ് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് കേന്ദ്ര സർക്കാരുമായി, കേന്ദ്ര BJP ആണ് ഭരിക്കുന്നത്, കേരളം എന്ന് പിന്നെ കോൺഗ്രസ് ആണ്. നേരത്തെ മറ്റൊരു തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നൊക്കെ പറയപ്പെടും, നമുക്ക് അങ്ങനെ അറിയില്ല. ഏതായാലും ഇവർ തമ്മിൽ വലിയ അന്തർധാര ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലാണ്. പക്ഷേ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ആ ഒരു ബന്ധം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു തോമസ് മാഷിനെ വെച്ചിരുന്നത് പോലെ അങ്ങനെ ആരെങ്കിലും ഒക്കെ. അല്ല, അതിലൊരു ഇപ്പം തന്നെ ഉടൻ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ PM ശ്രീ ആണ്. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ കത്തയച്ചിട്ടുണ്ട് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു. ഒരിക്കലും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കോൺഗ്രസിന് അത് എനിക്ക് തോന്നുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കോൺഗ്രസ് സർക്കാരിന്റെ പരിമിതികളിൽ പെടുന്ന അതൊക്കെയാണ്. അതായത് അതേപോലെ വിദ്യാഭ്യാസം മുസ്ലിം ലീഗിനൂടെ ആണെങ്കിൽ മുസ്ലിം ലീഗിന് ഒരിക്കലും PM ശ്രീ പദ്ധതി ഏറ്റെടുക്കാനോ നടപ്പിലാക്കാനോ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം അവർക്കുണ്ട്. അപ്പോൾ അവർക്കത് നിഷേധിക്കേണ്ടി വരും. ഈ നിഷേധിക്കുന്നതിലൂടെ എത്രയോ കോടി രൂപയാണ് സംസ്ഥാനത്തിന് നഷ്ടമാകുന്നത്. അപ്പം അങ്ങനൊരു നഷ്ടം വരുത്തുമ്പോൾ ഇനി പല പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ കേരളത്തെ പരിഗണിക്കാതെയാവും. അതെ, അല്ല അങ്ങനെ അതാണ് പറഞ്ഞത്. നമ്മൾ കേന്ദ്രമായിട്ട് നിരന്തരം നമ്മുടെ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് പണി കിട്ടും. അതായത് പദ്ധതി വിഹിതം മാത്രം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കാര്യം നമുക്കൊരു പ്രത്യേക പാക്കേജ് പോലും ചോദിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ തരാന്ന് പറഞ്ഞ പൈസ വേണ്ടാന്ന് പറയുകയും വേറെ പൈസ വേണോന്ന് പറയുന്നതിലെ ന്യായം ഇരട്ടത്തപ്പ അവര് ചർച്ച ചെയ്യും. അല്ല, എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിലേക്ക് അത് സർക്കാരുമായി രാഷ്ട്രീയപരമായ അഭിപ്രായത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവർ നന്നായി തന്നെ പോകണം. അതുപോലെ നമ്മുടെ നാട്ടിലെ വ്യവസായ വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രശ്നമാണ്. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വളരെ നല്ല ഇക്കാര്യത്തിൽ മിടുക്കനായ ഒരാളാണ്. അത് അവരോട് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ MK സ്റ്റാലിനൊക്കെ പോകുമ്പോഴേ കുഞ്ഞാലിക്കുട്ടി അത്ര അറ്റംപ്റ്റ് നടത്തുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ തൊഴിലാളി സംഘടന പാരമ്പര്യം അതിന് തടസ്സമായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഇത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ മാറ്റം ഇനി ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇനി UDF ഭരിക്കാൻ വരുമ്പോൾ ആ ഇടതു സർക്കാരിനോട് തൊഴിലാളി സംഘടനകൾ കാണിച്ച ഒരു ഐക്യം പല കേസുകളിലും ഇതിൽ ഈ നോക്കുകൂലി എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമേ ഒരു തർക്കം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ വൻകിട മുതലാളിമാരുമായിട്ട് നമ്മളിപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെനിക്ക് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, പരമാവധി സഹായം കിട്ടി, സമരങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത്തരം സമീപനം ഇനിയും തുടരേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വൻകിട പദ്ധതികൾ വരാനുണ്ട്. വയനാട് തുരങ്കപാത അത് പിണറായി വിജയൻ തുടങ്ങി വെച്ചാണ്. തീർച്ചയായിട്ടും അത് പൂർത്തീകരിച്ചേ
മതിയാവൂ. അത് കേരളത്തിന് ഒരു എന്താണ് ഒരു വ്യവസായ വികസനം ഉണ്ടാക്കാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയി. അത് അതിവേഗ റെയിൽവേ ലൈൻ അടക്കം നമുക്ക് അനിവാര്യതയാണ്. ഇപ്പോൾ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കെൽട്രോൺ തുടങ്ങിയത്. KP നമ്പ്യാരെ പോലുള്ള അതിപ്രഗത്ഭന ലോകം അറിയപ്പെടുന്ന ഒരു വിദഗ്ധനെ കൊണ്ടുവന്ന് അതിന്റെ തലപ്പത്തിൽ അതേ നായനാരുടെ അടുത്ത ബന്ധു കൂടിയാണ്. എന്നിട്ട് പോലും അതിന് അവിടെ ഇരിക്കാൻ സംഭവിച്ചില്ല. പക്ഷേ കെൽട്രോണിന് അപ്പുറത്തേക്ക് ഒരു പ്രസ്ഥാനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അവിടെ അവസാനം കെൽട്രോൺ രാഷ്ട്രീയവൽക്കരിക്കുന്നു, ഇടപെടലുണ്ടാവുന്നു. KP നമ്പ്യാർ കെൽട്രോണിൻ്റെ ചെയർമാൻ ആരാൻ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ്റെ അടുത്ത്. ഞാൻ വരാൻ, അദ്ദേഹം ടാറ്റയിൽ ജോലിയായിരുന്നു അന്നത്തെ കാലത്ത്. അദ്ദേഹം പറഞ്ഞ് ഇവിടുത്തെ ഈ ശാസ്ത്ര സാങ്കേതിക ഇതിൻ്റെ വകുപ്പുണ്ടല്ലോ, അതിൻ്റെ സെക്രട്ടറി സ്ഥാനം എനിക്ക് തരണമെന്ന് പറഞ്ഞു. സാർ IAS ആറിൻ്റെ സെക്രട്ടറി ആവുള്ളൂ. അത് സമ്മതിച്ചു. ഇവിടുത്തെ IAS വരെ എതിർത്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അച്യുതാനന്ദനെ പോലെ ഒരു ശക്തനായ ഭരണാധികാരി അദ്ദേഹം പറഞ്ഞു എനിക്ക് സെക്രട്ടറിയേറ്റ് പോയി ഫയലും പിടിച്ചോണ്ട് പറഞ്ഞാൽ IAS ആറിൻ്റെ മുമ്പ് തർക്കിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എളുപ്പമായി ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ചുവപ്പ് നാടാന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രത്യേകിച്ച് UDF സർക്കാരിന്റെ കാലത്ത് ഒരു പ്രയോഗമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് സെക്രട്ടേറിയറ്റിലും ഓഫീസുകളിലും എല്ലാം ഇടതുപക്ഷ സംഘടനകളാണ് ഉള്ളത്. അവരാണി വയ്ക്കുമെന്നുള്ളതാണ്. അത് പിടികൂടാനുള്ള സംഭവം ഉണ്ടാക്കണം. കാരണം എല്ലാ സർക്കാർ ഓഫീസിലും ചെല്ലുമ്പോൾ ഇവർ ചവിട്ടി പിടിക്കും. സാധാരണക്കാരൻ പാവപ്പെട്ട ഒരു ആവശ്യ സർട്ടിഫിക്കറ്റിന് ചെല്ലുമ്പോൾ അവനത് കൊടുക്കില്ല. പക്ഷേ ഇപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഏകജാലകം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കമ്പ്യൂട്ടറൈസ്ഡൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള സർക്കാരിനോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന മനോഭാവം, ഇടതുപക്ഷ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന മനോഭാവം വലിയ പ്രശ്നമായി മാറും. സിവിൽ സർവീസ് IAS IPS ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്ത് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ മന്ത്രിസഭയിലുള്ള പലരും നല്ല എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാരണം AK ആന്റണി പറഞ്ഞത് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യമാണ്. അത് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. അത് AK ആന്റണിയുടെ ഒരു ശിഷ്യന് നൽകിയ ഉപദേശമാണ്. പക്ഷേ KN ബാലഗോപാൽ AK ആന്റണി കള്ളം പറയുന്നവൻ എന്ന തരത്തിലാണ് അതിനെ അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ, വേറെ വഴി. പക്ഷേ AK ആന്റണിയെ പോലെ ഒരാൾ അങ്ങനെ പറയണമെന്നുള്ളതാണ്. അല്ല, പക്ഷെ അദ്ദേഹം പറയണം. കാരണം അല്ല, ഞാൻ പറഞ്ഞത് ബാലഗോപാൽ AK ആന്റണിയെ കള്ളനെന്ന് വിളിച്ചത് ശരിയാണോ എന്നുള്ളതാണ്. അല്ല, അത് കേരളത്തിലെ പൊതു സാഹചര്യത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ പൈസ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ട് LDF തോറ്റു എന്നുള്ളത് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലായില്ല. അവർ തോറ്റവും പറയുന്നത് എന്ത് കാര്യം നമ്മൾ അംഗീകരിക്കാറില്ല. അതാണ് നമ്മുടെ നാട്ടു രീതി. എന്തായാലും ആദ്യത്തെ മന്ത്രിസഭയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകട്ടെ. വലിയ വെല്ലുവിളിയാണ് ഇത് നടപ്പാക്കാൻ. അതെ, ഒരു മാസം നടപ്പാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള പ്രത്യേകിച്ച് KSRTC പിന്നെ കേന്ദ്ര വേറെ പാർട്ടിനെ ഭരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഒരു ഘടകം തന്നെയാണ്.